കുടുംബത്തിൻ്റെ അന്നമായി മാറാൻ വേർത്തധ്വാനിക്കുന്ന എല്ലാ നല്ല അപ്പന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആഗമന കാലത്ത്. യേശു വളർന്ന യുവാവായി തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ദൈവത്തെ ഏറ്റവും ഹൃദയഹാരിയായി അഭിസംബോധന ചെയ്യുവാൻ തിരഞ്ഞെടുത്ത വാക്ക്, മറ്റേതൊരു വാക്കിനേക്കാൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് അത് അപ്പൻ എന്ന വാക്കാണ്. ഒരുപക്ഷെ ആ വാക്ക് അവൻ ആദ്യം വിളിച്ചത് ഉണ്ണിയായിരിക്കെ തൻ്റെ വളർത്തച്ഛനായ ജോസഫിനെ ആയിരിക്കില്ലേ? തച്ചനായ അപ്പൻ്റെ സ്നേഹത്തിന് നിറവിലല്ലേ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ യേശു കരുത്തുള്ളവനായത്? അതെ, ആ ഭൂമിയിലെ പിതാവിൻ്റെ നെഞ്ചിൻ്റെ ചൂടും പറ്റിയ ഉണ്ണിയായ യേശു കിടന്നുറങ്ങിയത്. ഇളം കുഞ്ഞായിരിക്കെ ആ പിതാവിൻ്റെ കരം പിടിച്ച അവൻ നടന്നത്. ദീനം ബാധിച്ച് തളർന്നു കിടക്കുമ്പോൾ ഉറക്കമിളച്ചിരുന്ന് പരിപാലിച്ചതും ആ തച്ചൻ തന്നെയാണ്. നസ്രത്തിലെ തെരുവ് വഴികളിലൂടെ ഈ കുഞ്ഞ് ആ അപ്പൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടാകും. നടന്നു തളരുമ്പോൾ ഒക്കത്ത് വെച്ച് വീണ്ടും നടക്കാനും, കാല് മുള്ളു തറഞ്ഞ് കരയുമ്പോൾ ആ മുള്ളെടുത്ത് അവനെ സാന്ത്വനപ്പെടുത്തുവാനും ദൈവം തിരഞ്ഞെടുത്ത ഭൂമിയിലപ്പൻ തന്നെയാണ് ജോസഫ്. ഈ ആശാരി വിയർത്ത് അധ്വാനിച്ചുണ്ടാക്കിയ അന്നം ഭക്ഷിച്ചല്ലേ അവർ വിശപ്പെടുകിയത്. പിന്നെ ആ കുഞ്ഞ് വളർന്നപ്പോൾ യഹോവയുടെ സങ്കീർത്തന പ്രാർത്ഥനാ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തതും മുതിർന്നപ്പോൾ ആശാരിപ്പണി അഭ്യസിപ്പിച്ചതുമൊക്കെ ഈ തച്ചനായ അപ്പനായ ജോസഫ് തന്നെയാണ്. അതെ, പിതാവിൻ്റെ സ്നേഹം ഈ തച്ചനിലൂടെ യേശു അനുഭവിച്ചു. ജോസഫ് ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകം തന്നെയായിട്ട് മാറി. ഒടുവിൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ പ്രേരിപ്പിച്ച ആത്മചൈതന്യമായിട്ട് ആ തച്ചൻ മാറുകയാണ്. ആകയാൽ ഈ ഭൂമിയിൽ കുടുംബത്തിന് വേണ്ടി എല്ലാമായി തീരുന്ന നല്ല അപ്പന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക്.